കഴിഞ്ഞ ദിവസം നമ്മൾ വണ്ടിയുടെ വാഷ് ചെയ്യണതിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. നമസ്കാരം. ഇന്ന് നമുക്ക് ഇതിൻ്റെ ഓയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഞായറാഴ്ച ദിവസം സാധാരണ എനിക്ക് വർക്കില്ല, ഡെലിവറിക്ക് പോകാറുണ്ട്. ഫുഡ് ഡെലിവറി നമുക്ക് ഇഷ്ടമുള്ളൊരു മേഖലയാണ്. അത് കാരണം ഫുഡ് ഡെലിവറി ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് വണ്ടി ഇപ്പോൾ കോൾഡാണ്. എന്തുമാത്രം ഓയിലുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അത്യാവശ്യത്തിനുള്ള ഓയിലുണ്ട് വണ്ടിയിൽ. ഓക്കെയാണ്. ഇടയ്ക്കൊന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണതേ നല്ലതാണ്. ഉള്ളതിൻ്റെ റൈറ്റാണ്, ഓക്കെയാണ്. ഇനി ഇത് എയർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിനൊരു മെഷീൻ ഉണ്ട് നമ്മുടെ കയ്യിൽ. നാട്ടിൽ ഈ സാധനം അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഇത് വണ്ടിയുടെ മറ്റേ സിഗരറ്റിൻ്റെ ഉണ്ടല്ലോ 12 വോൾട്ടിൻ്റെ ഇതിൽ കുത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ വണ്ടിയുടെ എയറുകൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇത് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണത് നല്ലതാണ്. നമുക്ക് വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല, പമ്പിൽ പോകേണ്ട കാര്യമില്ല, ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് ലൈറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ രാത്രിയാണെങ്കിൽ നമുക്ക് അതാണ് വേണ്ടത്.
പറഞ്ഞില്ലായിരുന്നോ, ഞാൻ ഇന്ന് സൺഡേ ആണ്, ഫുഡിൻ്റെ ഡെലിവറി ഞാൻ വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ളൊരു ജോലിയാണ് ഇത്. ഞാനിതൊരു ഹോബി പോലെ എടുത്തിരുന്ന ഒരാളാണ്. ഞാൻ സ്വീഡനിലായിരുന്ന സമയത്ത് 2019 മുതൽ ആദ്യം ഞാൻ ഡെലിവറി മാത്രമേ ചെയ്തിരുന്നത്. നമ്മുടെ സ്നിക്കി എന്താണ് പറയുന്നത്, സൊമാറ്റോയൊക്കെ പോലെയുള്ള കമ്പനിയിലാണ്, ഫുഡോറ എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. വർക്ക് ചെയ്ത് ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു സിറ്റിയുടെ ചാർജ് എനിക്കായി. ഒരു 150 റൈഡേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ കീഴിൽ. അപ്പോൾ ഇവർ ട്രെയിൻ ചെയ്യിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ജോബായിരുന്നു. അതുപോലെ തന്നെ ത്രൂ ഔട്ട് കോവിഡ് 2020 മുതൽ ആ കോവിഡ് സമയം ഫുള്ള് ഞാൻ ഡെലിവറി ചെയ്തിട്ടുണ്ട് അവിടെ. സ്വീഡനിൽ ഒരിക്കലും ഒരു രീതിയിലും ഫുള്ളായിട്ട് ലോക്ക്ഡൗൺ ആയിരുന്നില്ല. അപ്പോൾ പലവരും രോഗികളായിട്ട് കിടക്കുന്നവർ, പ്രായമായവർ, ഇവർക്കൊക്കെ ഈ ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷമുണ്ട്. പലരും നമുക്കുള്ള ഇൻസ്ട്രക്ഷനിൽ ആപ്ലിക്കേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, ഐ ആം ഇൻഫെക്റ്റഡ്, അതുകൊണ്ട് പുറത്ത് വെച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ 3-ാം നിലയാണെങ്കിലും 4-ാം നിലയിലൊക്കെ നമ്മൾ ഡോറിൽ തന്നെ കൊണ്ടുപോയ സമയത്ത് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ പ്രായമായവർ, യൂറോപ്പ് രാജ്യങ്ങളിലൊക്കെ പ്രായമായവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊന്നും പോയി ഫുഡ് പുറത്ത് പോയി വാങ്ങിക്കാനുള്ള സൗകര്യങ്ങളില്ലല്ലോ. അപ്പോൾ അവരുടെ വീട്ടിൽ ചെന്ന് നമ്മൾ കൊണ്ടുപോയി കൊടുക്കാൻ നേരത്തെ അവരുടെ മുഖത്തുള്ളൊരു സന്തോഷമുണ്ട്. ചില അമ്മൂമ്മമാരൊക്കെ വളരെ സന്തോഷമായിട്ട് നമ്മളോട് താങ്ക്സ് പറയുന്ന ഒരു അവസരങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് UK വന്ന സമയത്തും നമ്മളിത് കയ്യോടെ ഏറ്റെടുത്ത് നമ്മുടെ ഫ്രീ ടൈം എന്ന് വെച്ചാൽ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്ത് കാണിക്കാനാ, 24 മണിക്കൂറും ഫേസ്ബുക്കും വാട്സപ്പും മാത്രമായി കഴിയുമ്പോൾ നമ്മൾ ഒന്നിനും കൊള്ളില്ല എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തൃപ്പൂണിത്തറക്കാരൻ്റെയാണ്, പുള്ളിക്കൊരു 3 റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ. അങ്ങനെ പരിചയപ്പെട്ട് നമുക്ക് പുള്ളിക്ക് ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ പുള്ളി നമ്മളെ വിളിക്കും. നമ്മൾ പോയി വളരെ ഭംഗിയായിട്ട് നമ്മൾ വളരെ പ്രൊഫഷണൽ. ഞാൻ അവിടെ 3-4 കൊല്ലം റൈഡേഴ്സിനെ ട്രെയിൻ ചെയ്യിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ എല്ലാ വശങ്ങളും എങ്ങനെ കൃത്യമായിട്ട് ഒരു ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കറിയാം. ചില അഡ്രസ്സുകളൊക്കെ നമുക്ക് എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുമ്പോൾ അതൊക്കെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാനുള്ള പല മാർഗങ്ങളുണ്ട്, പല ആപ്ലിക്കേഷനുകൾ. ഗൂഗിൾ മാപ്പ് മാത്രമല്ല, ആപ്പിളിൻ്റെ മാപ്പ്, അങ്ങനെ പല ആപ്ലിക്കേഷനുകളുണ്ട് നമുക്ക് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് ഒരാളുടെ അടുത്ത് വീഡിയോ ചോദിക്കാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഫോൺ നമ്പർ തന്നെയാണ് കറക്റ്റ് ആയിരിക്കില്ല, വിളിച്ചാൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ട്രെയിനിങ് ഉള്ള കാരണം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നത് കാരണം പുള്ളിക്ക് ഭയങ്കര കാര്യമാണ് നമ്മളതുകൊണ്ട് എന്നാവശ്യം ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം വിളിക്കും, നമ്മൾ പോകും. അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ട ഒരു കാര്യം, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ തണുപ്പാണല്ലോ ഇവിടെ ചില സമയത്തൊക്കെ. ബൈക്കിലും സൈക്കിളിലൊക്കെ ചെയ്യണവരുണ്ട് ഇവിടെ, പക്ഷെ അവരുടെ എണ്ണം വളരെ കുറവാണ് കേട്ടോ. കൂടുതൽ പേരും കാറുകളിലൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കാറ് നമ്മളെപ്പോഴും നമ്മുടെ പണിയായതാണല്ലോ. അപ്പോൾ അതിൻ്റെ കാറ്റ്, ഇഞ്ചിൻ്റെ ഓയിലും കൂളൻറ്റിലെ തണുത്ത വെള്ളമൊക്കെ കൃത്യമായിട്ട് നമ്മൾ നോക്കണം. നോക്കിയില്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് പണി കിട്ടുകയെന്ന് മനസ്സിലാവില്ല. എപ്പോഴെങ്കിലും നമുക്ക് പണി കിട്ടാം. അപ്പം അത് കാരണം അതുകൊണ്ട് കൃത്യമായിട്ട് വെള്ളവും കാറ്റും അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഒക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് വണ്ടികൾക്ക് കുറച്ചും കൂടി ലാസ്റ്റിങ് കിട്ടും. നമ്മൾ ഒരുപാട് വണ്ടി ഓടിക്കേണ്ട, ഒരുപാട് ഗിയർ ചേഞ്ചിങ്, നിർത്തിയെടുക്കൽ, ഇതൊക്കെ ഉണ്ടല്ലോ. ഇന്നപ്പോൾ ഞാൻ നിങ്ങളെക്കുറിച്ച് കാണിച്ചു തരാം നമ്മളെങ്ങനെയാണ് ഡെലിവറി ചെയ്യുന്നതെന്നുള്ളത്. പലരും ചോദിക്കും വലിയ സിറ്റികളിലൊക്കെ. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഗ്ലാസ്ഗോയിലാണ്. ഗ്ലാസ്ഗോ എന്ന് പറയുമ്പോൾ സ്കോട്ട്ലൻഡിൻ്റെ 2ാമത്തെ ബിഗസ്റ്റ് സിറ്റിയാണ്. സോറി. അപ്പോൾ എഡിൻബറ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലാസ്ഗോയാണ് വലുതെന്ന് എനിക്ക് തോന്നുന്നു. വ്യക്തമായിട്ട് എനിക്കറിയില്ല.
എന്തായാലും ഗ്ലാസ്ഗോയും എഡിൻബറ ക്യാപിറ്റലാണ്. ഗ്ലാസ്ഗോ പരന്ന് കിടക്കുന്ന ഒരു സിറ്റിയാണ്. അപ്പോൾ പലരും ചോദിക്കും നമ്മൾ എങ്ങനെയാണ് ഈ സിറ്റിയിലൊക്കെ പോകുമ്പോൾ പാർക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് ചോദിക്കണ പലരും ഉണ്ട്. അതൊരു നമ്മളുടെ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നമുക്ക് പഠിക്കാവുന്നൊരു കാര്യമാണ്. നമ്മൾ അധികം നേരം പെർമനൻ്റ് ആയിട്ടല്ലല്ലോ പാർക്ക് ചെയ്യണേ. നിസ്സാരം നേരം പാർക്ക് ചെയ്യുക, നമ്മൾ പോവുകയാണ്. അപ്പം സ്ഥിരമായിട്ട് ഇടുന്ന പോലെയല്ല, നമ്മൾ എത്രയും പെട്ടെന്ന് കൊടുക്കുക, തിരിച്ചു വരിക. കുറച്ച് അതിനകത്തൊരു 10% റിസ്ക് ഉണ്ട്. നമ്മൾ പാർക്ക് ചെയ്യാൻ പാടുള്ളതൊക്കെ സ്ഥലങ്ങളിലായിരിക്കും ചിലപ്പോൾ ചെയ്തിട്ടുണ്ട് പോണത്. അല്ല പോലീസൊക്കെ അപ്പം കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും ഒരു പരിധി വരെ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പാർക്ക് ചെയ്യുക, പോവുക. നമ്മൾ അത്രയും നേരം ഇടുന്നില്ല എന്നുള്ള ഒറ്റ ധൈര്യത്തിൽ. പിന്നെ പയ്യെ വർക്ക് ചെയ്ത് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ആത്മവിശ്വാസം വരും. ആദ്യം നമുക്കൊരു പേടിയായിരിക്കും, ഇത്രയും വലിയ സിറ്റിയിൽ നമ്മൾ എങ്ങനെ പോയി പാർക്ക് ചെയ്യുന്നുള്ളത്. പക്ഷേ പയ്യെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് 2 പാർട്ടുണ്ട്. ഇപ്പം ജസ്റ്റ് ഈറ്റൊക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഐഡിയക്ക് വേണ്ടി പറയുകയാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ, ജസ്റ്റ് ഈറ്റോ അല്ലെങ്കിൽ ഊബറൊക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ. ഇതിന് 2 പാർട്ടുണ്ട്. ഒന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് പിക്കപ്പ് ചെയ്യണ ഒരു പാർട്ട്. ആപ്ലിക്കേഷനിൽ നമുക്ക് പറയും ഇന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇപ്പോൾ ഒരു ഓർഡർ റെഡിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്ത് അവിടെ പോയി പിക്കപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഡ്രോപ്പ് ഓഫ് ആണ്. കസ്റ്റമറിൻ്റെ അങ്ങോട്ട് പോകുന്നു, അഡ്രസ്സ് ഇടുന്നു, നമ്മൾ കസ്റ്റമറുടെ അടുത്ത് ഡ്രോപ്പ് ഓഫ് ചെയ്യുന്നു. ഈ കസ്റ്റമർ മിക്കവാറും തന്നെ ഒരു 90% ബിസി സ്ട്രീറ്റിലായിരിക്കില്ല. പക്ഷേ റെസ്റ്റോറൻറ്റുകൾ വളരെ ബിസി ആയിട്ടുള്ള സ്ട്രീറ്റിലായിരിക്കും റെസ്റ്റോറൻറ്റുകൾ. അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റുകളുടെ അവിടെ പാർക്ക് ചെയ്യലാണ് കുറച്ച് റിസ്കി. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് സമയത്തെ വണ്ടിയിൽ നിന്ന് പോകാൻ പാടുള്ളൂ. ചില ആപ്ലിക്കേഷനുകളിലൊക്കെ പറയും ഫുഡ് റെഡി ആയിട്ടുണ്ട് എന്ന് അവർ നമ്മളെ അറിയിച്ചതിന് ശേഷമേ നമ്മൾ പോയി കളക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഒരു മിനിറ്റ് അതിൻ്റെ ഫ്രണ്ടിൽ നിർത്തുക, പോയി എടുക്കുക, തിരിച്ചു വരിക. ചിലർ പുതിയ ആയിട്ട് ഈ ജോലിക്ക് ഇറങ്ങണവർ എന്ത് ചെയ്യുമെന്നറിയോ, അവർ ഉള്ള നേരത്തെ അവിടെ ചെന്നിട്ട് വണ്ടി വല്ലതും എടുത്ത് ഇട്ടുകൊണ്ട് നേരെ പോയി റെസ്റ്റോറൻറ്റിൽ പോയി നോക്കി നിൽക്കും ഫുഡ് റെഡി ആവാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ കുഴപ്പം? അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല പോലീസുകാരോ അല്ലെങ്കിൽ പാർക്കിങ്ങിൻ്റെ നോക്കണ ആൾക്കാരൊക്കെ അതിൽ കൂടെ വന്നു കഴിഞ്ഞാൽ അവർ ഉള്ള നേരത്തെ ഒരു പാർക്കിംഗ് ടിക്കറ്റും വെച്ച് നമ്മൾ ഫുഡുമായിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും വണ്ടിയുടെ മുകളിൽ ഒരു ടിക്കറ്റ് ഇരിപ്പുണ്ടാവും ഫൈൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും റെസ്റ്റോറൻറ്റ് വെച്ചാൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ പിക്കപ്പ് ചെയ്യണ സമയത്ത്, ഫുഡ് പിക്കപ്പ് ചെയ്യണ സമയത്ത് ആ ലാസ്റ്റ് മിനിറ്റ് പോയേ പിക്കപ്പ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് അധികം സമയം വണ്ടിനെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പോകേണ്ട കാര്യമില്ല. അതൊരു കാര്യം. അപ്പം ഞാനൊക്കെ ചെയ്യണത് ഒരു ഇൻഡിവിജ്വൽ ഒരു റെസ്റ്റോറൻറ്റിന് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന ജോബിൽ ആ റിസ്ക് ഇല്ല കേട്ടോ. ഈ ജസ്റ്റ് ഈറ്റും ഊബർ ഈറ്റ്സൊക്കെ ഡയറക്റ്റായിട്ട് ചെയ്യുന്നത് അവർക്കാണ് ഈ റിസ്ക്. പിന്നെ കസ്റ്റമറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് കൊടുത്താൽ മതി. അവിടെ ഫുഡ് പ്രിപ്പയർ ആവേണ്ട താമസമൊന്നുമില്ല. നമ്മളവിടെ ചെല്ലുന്നു, കൊടുക്കുന്നു, പോരുന്നു. നമ്മളിപ്പോൾ ഹൈവേയിൽ കയറുകയാണ് കേട്ടോ. M74 ഹൈവേ, ഗ്ലാസ്ഗോ ഡയറക്ഷൻ. ഇതൊരു ആക്സലറേഷൻ ലൈനാണ്. നമ്മൾ അപ്പോൾ ഹൈവേയിൽ മറ്റു വാഹനങ്ങളുടെ സ്പീഡിനോട് നമ്മുടെ വണ്ടിയുടെ സ്പീഡും ഓക്കെ ആക്കിയിട്ട് വേണം നമ്മൾ കയറാനായിട്ട്. ഞായറാഴ്ച ആയിട്ടാണ് ഹൈവേയിൽ നല്ല ട്രാഫിക് ഉണ്ട്. എയർപോർട്ട് M8 നമ്മൾ 2 സ്റ്റോപ്പ് കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങും കേട്ടോ. സ്റ്റുഡൻസ് ആയിട്ട് വന്നവർ ആദ്യത്തെ 1 വർഷം ഇവിടെ UK നിങ്ങൾക്ക് വണ്ടി ഓടിക്കാം കേട്ടോ. പക്ഷെ ഒരുപാട് ശ്രദ്ധിക്കണം, ഈ ഹൈവേകളൊക്കെ ഒന്ന് ഒഴിവാക്കണം. ഹൈവേയിലൊക്കെ നമ്മൾ നിയമങ്ങൾ മനസ്സിലായില്ലെങ്കിൽ, അതുപോലെ തന്നെ ലൈനുകളൊക്കെ കൃത്യമായിട്ട്, ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന 3 ലൈനുണ്ട്. ഞാൻ ഏറ്റവും എക്സ്റ്റീരിയർ ലൈനിലാണ് പോകണത്. നമ്മൾ സ്ലോയിൽ പോകുന്ന കാരണം ലൈനൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇൻഡിക്കേഷൻ കൊടുത്ത് ബാക്കിൽ നിന്ന് വല്ല വണ്ടികൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ ലൈനൊക്കെ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ.
നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും കൂളായിട്ടൊന്നും ചെയ്യരുത്. ഇവിടെയൊക്കെ ആക്സിഡൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടികളാണ്. നമുക്ക് ഒരു ഇമ്പാക്റ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പം കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിച്ചതിന് ശേഷം, അല്ലെങ്കിൽ വല്ല ഞായറാഴ്ച അതിരാവിലെയൊക്കെ ട്രാഫിക് വളരെ കുറവായിരിക്കും. ആ ഞായറാഴ്ച അതിരാവിലെയൊക്കെ വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ച് വണ്ടി ട്രാഫിക്കുകളില്ലാത്ത സമയത്ത് നമ്മൾ ആ ആക്സിലറേഷൻ ലൈനും പിന്നെ നമ്മൾ ഇറങ്ങാൻ നേരത്തുള്ള ഡി ആക്സിലറേഷൻ ലൈനൊക്കെ ഒന്ന് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പഠിച്ച് ഒന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കാര്യങ്ങളിലേക്ക് നീങ്ങാൻ പാടുള്ളൂ കേട്ടോ. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ജീവൻ വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് ഒരുപാട് ബന്ധുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അവർക്ക് വെറുതെ നമ്മൾ സങ്കടം ഉണ്ടാക്കരുത്. അതാണ്. അതുപോലെ മറ്റ് യൂസേഴ്സിന് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കും, നമുക്കറിയാൻ പാടില്ലെങ്കിൽ. അപ്പം അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ താമസിക്കുന്നിടത്തു നിന്ന് ഇപ്പോൾ സിറ്റിയിലേക്ക് ഒരു 20 മൈലിൻ്റെ അടുത്തുണ്ട് കേട്ടോ. അവിടെ ചെന്ന് ആണ് പിന്നെ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ. കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോകൾ ചെയ്യുന്നുണ്ടായില്ല. ഇപ്പോൾ ഒരു മിനിമം ബേസിൽ കുറച്ച് വീഡിയോസ് ചെയ്യാമെന്നുള്ളൊരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. എന്നും എനിക്കിഷ്ടമായിരുന്നു നിങ്ങളെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാനായിട്ട് കേട്ടോ. ഞാൻ പല രാജ്യങ്ങളിൽ പോകുന്ന കാരണേ, അപ്പോൾ പലരും നമ്മുടെ അടുത്ത് പറയും എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ പിടിച്ച് എന്തൊക്കെല്ലാം ഇടാവേന്ന് പറയും. പക്ഷെ നമ്മുടെ മടി കൊണ്ടാണ് കേട്ടോ പലപ്പോഴും ചെയ്യാത്തത്. അത് കാരണം ഇപ്പോൾ പയ്യെ ഒരു തീരുമാനം എടുത്തു. ശനിയും ഞായറും വേറെ വർക്കുകളൊന്നും പിടിക്കാറില്ല. ഇപ്പോൾ വർക്കുകളധികം മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശനിയും ഞായറും കൊണ്ട് 2 or 3 വീഡിയോ വെച്ച് ഒരാഴ്ചയിൽ ഇടാൻ പറ്റുമെന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളും പിന്നെ ഈ പുതിയതായിട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റിയൊരു തൊഴിലാണ് ഈ ഡെലിവറി എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ ആ പിള്ളേർക്കൊക്കെ വണ്ടി ഓടിക്കാൻ അറിയാവുന്നവരായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊന്ന് ഡെലിവറിനെ പറ്റി ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. യുകെയിൽ പൊതുവേ ജോലി സാധ്യത കുറവാണ് കേട്ടോ. പീയടിയായിട്ട് പണ്ടത്തെ പോലെയൊന്നും അല്ല കാര്യങ്ങൾ. അതുകൊണ്ട് ചെയ്യാൻ പറ്റിയതാണ്. പക്ഷേ വേറൊരു കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് നമ്മൾ വരുമ്പോൾ പിള്ളേർക്ക് എന്തായാലും പ്രായം കുറവായിരിക്കുമല്ലോ. ഇപ്പോൾ തന്നെ പിള്ളേരെന്ന് പറഞ്ഞാൽ 25 വയസ്സ് 24 വയസ്സ് 21 വയസ്സൊക്കെ ഉള്ള പിള്ളേരാണ് വരുന്നത്. അവർക്ക് ഇൻഷുറൻസ് വളരെ കൂടുതലായിരിക്കും ഇപ്പോഴത്തെ ചുറ്റുപാടിൽ. പഴയ പോലെയല്ല. ഇവിടെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി വാങ്ങിക്കണേക്കാളും കൂടുതൽ പൈസ ഇൻഷുറൻസിലാവും. അപ്പം പഴയ ഒരാൾക്കാർ കൊടുക്കുന്നതിലും ഒരുപാട് കൂടുതൽ ഭീമമായ, ചിലർക്ക് ഇപ്പോൾ 22 വയസ്സൊക്കെ ഉള്ളൂ. പുതിയ ലൈസൻസ് ആണെങ്കിൽ ഉണ്ടല്ലോ, ഇന്ത്യൻ ലൈസൻസ് തന്നെ ആയിക്കോട്ടെ, പുതിയ ലൈസൻസ് ആണെങ്കിൽ അവർക്കൊരു 180 പൗണ്ട് മാസത്തെ കാര്യമുണ്ടോ ഞാൻ പറയണത്. അങ്ങനെ ഒരു വർഷത്തേക്കൊന്ന് ആലോചിച്ച് നോക്കി. വണ്ടി ചിലപ്പോൾ നമുക്കൊരു 800 പൗണ്ടിനും 900 പൗണ്ടിനൊക്കെ ഒരു പഴയ വണ്ടി കിട്ടുമായിരിക്കും. നല്ല വണ്ടി, വലിയ തെറ്റില്ലാത്ത വണ്ടി 1000 പൗണ്ടിൽ താഴെ നമുക്ക് കണ്ടെത്താൻ പറ്റും ഇവിടെ. പക്ഷേ ഇൻഷുറൻസ് ആണ് വിഷയം. പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ ഇൻഷുറൻസ് നമുക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഈ ഡെലിവറിക്കൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു വീക്കെൻഡൊക്കെ ആണെങ്കിൽ 50 പൗണ്ട് 60 പൗണ്ട് 70 പൗണ്ട് ഒക്കെ നമുക്ക് ഒരു ഡേയിൽ 4 മണിക്കൂറോ ഒക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ കിട്ടും. അതൊരു എക്സ്ട്രാ ഇൻകം ആയിരിക്കും. പിന്നെ മറ്റുള്ള പണിക്ക് പോകാനും ഒരു വാഹനം നമ്മുടെ കയ്യിൽ വരും. ഇതൊരു റിസ്ക്കാണ്. ഇരുതല മൂർച്ചയുള്ള കത്തി പോലെ തന്നെയാണ്. നമ്മളാ ഇൻഷുറൻസും വണ്ടിയും ഒക്കെ എടുത്ത് നമ്മൾ റിസ്ക് എടുത്താൽ നമുക്കൊരു വരുമാനമുണ്ട്. റിസ്ക് എടുത്തില്ലെങ്കിൽ ആ ചിലവൂട്ടില്ല എന്നാലും. അതുകൊണ്ട് അത് നോക്കി ആലോചിച്ച് ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പം അതുകൊണ്ട് എടുക്കാൻ പറ്റണവരൊക്കെ എടുത്തു, കുഴപ്പമുള്ള കാര്യമല്ല, നല്ല കാര്യമാണ് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമെങ്കിൽ. പിന്നെ കഴിയുന്നതും വല്ല ജപ്പാൻ്റെ വണ്ടികളൊക്കെ എടുക്കാൻ നോക്കുക കേട്ടോ. നമ്മുടെ സുസുക്കികളൊക്കെ ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ. വാഗണാറുണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്, പിന്നെ സെലേരോ, ആൾട്ടോയൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല വണ്ടികളാണ്. പിന്നെ ടൊയോട്ടയുടെ യാരീസ്,
ഐഗോ ഞാൻ അത്രയും റെക്കമെൻഡ് ചെയ്യില്ല. ഐഗോ ചെറിയ വണ്ടിയുണ്ട്, പണി കൂടുതലായിരിക്കും. ഇപ്പോഴാണ് ഈ 3 സിലിണ്ടറാണ് വരുന്നത്. അതുപോലെ തന്നെ കോൾട്ട്, മിറ്റ്സുബിഷിയുടെ കോൾട്ട്, ഹോണ്ടയുടെ ജാസ്, ഇതൊക്കെ നല്ല വണ്ടികളാണ്. യാരിസ്, ടൊയോട്ടയുടെ വേഴ്സും ആണെങ്കിലും വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ മറ്റേ ഫോർഡിൻ്റെ വണ്ടികൾക്ക് വളരെ വില കുറവാണ്. ഫോർഡിൻ്റെ വണ്ടികൾക്ക് ഇവിടെ ഫോർഡ് ഫിയസ്റ്റയൊക്കെ നല്ല വണ്ടിയാണ്, വലിയ തെറ്റില്ല. ആവറേജ് വണ്ടികൾ ഒരു 600 പൗണ്ടിന് 700-800 പൗണ്ടിനൊക്കെ നമുക്ക് നല്ല ഫോർഡ് ഫിയസ്റ്റ കിട്ടും. അതിട്ട് തുടങ്ങാം. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എന്നാൽ പോലും ആ ഇൻഷുറൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇൻഷുറൻസ് ആദ്യം നോക്കണം. വണ്ടി വാങ്ങിക്കുന്നതിന് മുമ്പ് നമുക്ക് എത്ര രൂപയ്ക്ക് ഇൻഷുറൻസ് കിട്ടും എന്നുള്ളത് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ ഗോ കമ്പയറിലൊക്കെ പോയി ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ വണ്ടി ഫൈനൽ പറയാൻ. ഇപ്പോൾ ഒരു വണ്ടി നമ്മൾ കാണുകയെന്ന് വെച്ചു, അവിടെ വെച്ച് തന്നെ നമുക്ക് ഗോ കമ്പയറിൽ നോക്കിയിട്ട് നമുക്ക് ഇൻഷുറൻസ് എത്രയാവും. അല്ലാതെ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആ വണ്ടിയുടെ നമ്പർ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പം തന്നെ. അതിനിപ്പോൾ വാങ്ങിക്കേണ്ട കാര്യമില്ല. അവിടെ തന്നെ നിന്ന് കഴിഞ്ഞിട്ട് ഒരു റീസണബിൾ ആണെങ്കിൽ, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുമെങ്കിൽ. അതേ വാടകയാണെങ്കിലും കൂടുതലാണ് വീടിൻ്റെ. അതുകൊണ്ട് എല്ലാം കൊണ്ടും ചിലവുകൾ കൂടുതലാണ്. അപ്പം അതിൻ്റെ അനുസരിച്ചൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഭയങ്കര ട്രാഫിക്കാണല്ലോ. ട്രാഫിക്കാണല്ലോ. സൈഡ് ഒരു വലിയ കാണുന്നുണ്ടല്ലോ, അതല്ല, അത് ടോറികൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വലതുവശത്തായിട്ടാണ് നമ്മളിപ്പോൾ പോണതിൻ്റെ വലതുവശത്ത്. ഇതും ഒരു ഫുട്ബോളിൻ്റെ ഇത് തന്നെയാണ്, ഇൻഡോർ ആയിട്ടുള്ളൊരു സ്റ്റേഡിയമാണ് ഈ സംഭവം. തണുപ്പത്ത് കളിക്കാനാണെന്ന് തോന്നുന്നു. വലതുവശത്ത് ഇപ്പോൾ നമ്മളങ്ങോട്ട് പോകുന്തോറും നമുക്ക് കാണാൻ പറ്റും ഹാംബഡൻ എന്ന് പറഞ്ഞിട്ടൊരു വലിയ സ്റ്റേഡിയമാണ്. ഇതാണ് സ്കോട്ട്ലൻഡിലെ നാഷണൽ സ്റ്റേഡിയം. ഇപ്പോൾ സ്കോട്ട്ലൻഡ് ആർക്കെങ്കിലും എതിരെയൊക്കെ കളിച്ചു കഴിഞ്ഞാൽ ക്യാമറ അങ്ങോട്ട് ഫോക്കസ് ചെയ്തല്ലേ ഇരിക്കണം. വളഞ്ഞു വരാൻ നേരത്തെ നമ്മളെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ക്യാമറ ലെഫ്റ്റ് സൈഡിലേക്ക് ഇരിക്കണ കാരണമാണ് കുഴപ്പം പറ്റിയിട്ട്. ഇതൊരു വലിയ സ്റ്റേഡിയമാണ്, സ്കോട്ട്ലൻഡിൻ്റെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണല്ലോ. റേഞ്ചേഴ്സ്, സെൽറ്റിക് ഒക്കെയാണ് ഇവിടുത്തെ ടീമുകൾ, സ്കോട്ട്ലൻഡിലെ മെയിൻ ടീമുകൾ. അതുപോലെ തന്നെ സ്കോട്ട്ലൻഡ് വല്ല രാജ്യങ്ങളായിട്ടൊക്കെ കളിക്കുമ്പോൾ ഇവിടെയാണ് കളിക്കുന്ന സാധനം, ഹാംബഡനിൽ. ഭയങ്കര ട്രാഫിക് ആയിരിക്കും അന്നത്തെ ദിവസം. ഇതിവിടെ നമുക്ക് വരാനേ പറ്റില്ല. ഈ യൂറോപ്പുകാർക്കൊക്കെ ഉള്ളൊരു കുഴപ്പം അതാണ്. ഇവർക്കൊക്കെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭ്രാന്താണ്. ക്രിക്കറ്റ് ഇവരുടെ അടുത്ത് ഉണ്ടെങ്കിൽ ക്രിക്കറ്റ് അധികം ഇല്ല കേട്ടോ. ക്രിക്കറ്റും ടെന്നീസൊക്കെ ഉണ്ട്, എന്നാലും ഫുട്ബോൾ പോലെ പോപ്പുലർ അല്ല. ഞാൻ വിചാരിച്ചു ഇംഗ്ലണ്ടൊക്കെ പണ്ട് നമ്മുടെ നാട്ടിൽ ക്രിക്കറ്റ് കളിക്കാൻ വരുമ്പോഴേ നമ്മൾ വിചാരിച്ചാൽ ഇവിടെയും ക്രിക്കറ്റ് നമ്മുടെ നാട്ടിലെ പോലെ ആൾക്കാർക്ക് ഭ്രാന്തായിരിക്കും എന്നാണ്. പക്ഷേ ഇല്ല, ഇവരാണ് കണ്ടുപിടിച്ചെങ്കിൽ ഇവർ വലിയ കാര്യമായിട്ട് ഇവിടെ കളിക്കണവരില്ല കേട്ടോ. ക്രിക്കറ്റ് ആൾക്കാർക്ക് അറിയാം അത്യാവശ്യം എന്നുള്ളതല്ലാണ്ട് വലിയ കാര്യമായിട്ടുള്ള കളിക്കുന്നവരില്ല. ഇന്ന് എല്ലായിടത്തും തിരക്ക് തന്നെയാണല്ലോ. കഷ്ടകാലത്തിന് തലമുട്ടടിച്ചപ്പോൾ കല്ലുമഴ എന്ന് പറഞ്ഞ പോലെയാണല്ലോ കാര്യങ്ങൾ. അവിടുത്തെ ലൈറ്റ് വീണിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് കിടക്കാം.
കല്ലുകളൊക്കെ പിന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഈ ഇടതുവശത്ത് കാണുന്നത് കണ്ടോ, ഓറഞ്ച് പോലെ ഇരിക്കണ ഒരു റെഡ് സാൻഡ് സ്റ്റോൺ എന്ന് പറയുന്ന സാധനം. ഇതിൻ്റെ ഈ ബിൽഡിങ്ങുകൾക്കും നല്ല വിലയാണ്. എത്ര വർഷം കഴിഞ്ഞാലും ഇത് അനങ്ങില്ല. പക്ഷെ നല്ല തണുപ്പായിരിക്കും കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അതാണ് ഒരു കുഴപ്പം. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് മോഡേൺ രീതി പോലെ ഐസൊലേഷൻ വലിയ കാര്യമായിട്ട് ഈ സാധനത്തിൽ കിട്ടില്ല. എന്നാലും പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറെ വാളൊക്കെ കെട്ടി അവർ ഐസൊലേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ ആൾക്കാർ. എന്നാലും പക്ഷെ പുറത്തുനിന്ന് ഈ സാധനം എന്ത് പറ്റിയാലും അനങ്ങൂല കേട്ടോ. സൂപ്പർ സ്ട്രോങ് ആണ്. കണ്ടോ സൈക്കിളിൽ ചെയ്യാനുണ്ട് ജസ്റ്റീറ്റ്. ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഈ പണി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന് പറ്റിയ ബാറ്ററിയുള്ള സൈക്കിളുകളും ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇവർ നമ്മൾ കാറിനേക്കാളും വേഗതയിൽ പോകുന്നുള്ളതാണ്. വിട്ടു പോകും. ട്രെയിൻ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മളാണ് ബ്രിഡ്ജ് ഇവിടെ കടന്നു പോവാണ്. ഇനി രണ്ട് സൈഡിലൂടെ കുറച്ച് ബിൽഡിങ്ങുകൾ വരും. സൂപ്പർ ഒരേപോലത്തെ രീതിയിൽ പണിതെടുത്താണ് കുറച്ച് ബിൽഡിങ്ങുകൾ. ശ്രദ്ധിച്ചോട്ടോ. ഇടതുവശത്ത് ആദ്യം വരും ഒരേ രീതിയിൽ കല്ല് വെച്ചത്, കരിങ്കല്ല് പോലത്തെ കല്ലാന്ന് ആലോചിക്കണം. 1800കളുടെ അവസാനത്തിലോ മറ്റേ പണിതേക്കണാണ്. ഇതൊക്കെ ലിസ്റ്റഡാണ്. ഇതൊന്നും നമുക്ക് വേറെ മെയിൻ്റനൻസ് ഭേദഗതി അധികം വരുത്താൻ പറ്റില്ല. പുറത്ത് അകത്ത് വരുത്താം. ഇതിൻ്റെയൊക്കെ ചില സമയത്ത് ചില ബിൽഡിങ്ങുകളിലൊക്കെ ഞാൻ ഉള്ളിൽ ഡെലിവറി ആയിട്ട് പോകുമ്പോഴേ ഈ കല്ലിൻ്റെയാണ് ഇതിൻ്റെ സ്റ്റെയർ കേസുകൾ. അതുപോലും ആൾക്കാർ വർഷങ്ങളായിട്ട് കയറി 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 കരിങ്കല്ല് തേഞ്ഞ് ഇരിക്കണം കാണാൻ പറ്റും. അതിനു വേണ്ടി ആൾക്കാർ എൻ്റെ മുകളിൽ കൂടെ കയറിയിട്ടുണ്ടെന്നുള്ളതാണ്. അത്ര പഴയതാണ്. എന്നാലും വീടിനൊന്നും പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പൊട്ടലോ വിള്ളലോ ഒന്നുമില്ല കേട്ടോ. ഒരനക്കമില്ലാത്ത ബിൽഡിങ്ങുകൾ. കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ ഇവരെ നമുക്ക് ഇംഗ്ലീഷുകാരെ സമ്മതിച്ചേ തീരും. ഇംഗ്ലീഷുകാർ സ്കോട്ടിഷുകാർ ഒക്കെ ഒരു ഇതാണല്ലോ. നമ്മുടെ നാട്ടിലാണെങ്കിലും ഇവർ പണിത് വെച്ചാണ് ബ്രിഡ്ജുകളാണ് ഇപ്പോഴും നിൽക്കണം. നമ്മൾ പാലാരിവട്ടം പാലമൊക്കെ നമ്മൾ പണിതത് പൊളിച്ച് വേറെ പണ്ടേ പണിയേണ്ടി വന്ന് അല്ലെങ്കിൽ പണിതുകൊണ്ടിരിക്കും. ഇവരൊരു സാധനം കൊണ്ട് കയറ്റി വെച്ചാണ്ടല്ലോ, അത് പിന്നെ അവിടെ ഇരുന്നോളും എത്ര നാളുകൾ കഴിഞ്ഞാലും. പിന്നെ അനങ്ങില്ല. ഈ നമ്പർ പ്ലേറ്റിലൊരു പച്ച കളർ കണ്ട ഇടതുവശത്ത്. ഇപ്പം ഇവിടുത്തെ ഒരു നിയമമാണ്, ഇലക്ട്രിക് വാഹനങ്ങൾ പുതിയതിനൊക്കെ നമ്പർ പ്ലേറ്റ് അത് ഗ്രീൻ എനർജി ഉപയോഗിച്ച് ഓടുന്ന വണ്ടികളാണ്. അപ്പോൾ അവർക്കൊക്കെയാണ് ഗ്രീൻ നമ്പർ പ്ലേറ്റ് കൊടുത്തേക്കണം. ഇനി എന്തെങ്കിലും കാലത്ത് ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലിങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. നാട്ടിലുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഇവിടെ ഈ ഇടയ്ക്കാണ് ഞാൻ കണ്ടു തുടങ്ങിയിട്ട്. എനിക്ക് തോന്നുന്നു 23-21 മുതലായിട്ടാണ് തുടങ്ങിയേക്കണം ഇവരിങ്ങനെ. ഇത് ഏത് വണ്ടിയാണോ, ഏതോ ചൈനീസാണെന്ന് തോന്നുന്നു. നമുക്ക് വലിയ പിടിപാടില്ല. ഒരുപാട് വണ്ടികൾ, ഇലക്ട്രിക് വാഹനങ്ങളിൽ ഒരുപാട് കമ്പനികൾ പുതിയത് വന്നിട്ടുണ്ടല്ലോ. അത് കാരണം നമ്മൾ എത്താറായിട്ടോ. ഈ ബ്രിഡ്ജ് കണ്ടോ, മൊത്തം ഇരുമ്പിലാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ 130 ഇരുമ്പായിരിക്കണം അന്നത്തെ കാലത്ത്. ഇങ്ങനത്തെ എത്ര ബ്രിഡ്ജുകളാണെന്നറിയോ. ഇരുമ്പ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ്, സൂപ്പർ ഇരുമ്പ്. അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇപ്പോഴും അവരത് പെയിൻ്റ് അടിച്ച് നല്ല വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ടെന്നുള്ളതാണ് അവർ സമ്മതിക്കുന്നത് നമുക്ക്. നമ്മളിപ്പോൾ വെണ്ടൂർത്തി പാലമൊക്കെ ഉണ്ടല്ലോ, അതും നമ്മളാരും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലല്ലോ. ഇവരിപ്പോഴും ഇത് കൃത്യമായിട്ട് ഒരു തുരുമ്പ് പോലും ഈ ബ്രിഡ്ജുകളില്ല എന്നുള്ളത്. ഇതൊക്കെ പഴയ ബ്രിഡ്ജുകളാണ്. അടുത്തുള്ള കല്ലുകൾ കണ്ടറിയാലോ, അത്ര പഴക്കമുള്ള കല്ലുകളാണ്. പക്ഷെ അതൊരു മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് കൃത്യമായിട്ടാണ്. പിന്നെ ഈ സൈഡിൽ മെറ്റലിൻ്റെ ഫ്രെയിം വെച്ചാണ് കണ്ടോ. അതെന്തിനാണെന്നറിയോ, ഞാനും ആദ്യം വിചാരിച്ചു ഇവർക്ക് ഭ്രാന്താണ് ഇങ്ങനെ മെറ്റൽ ഫ്രെയിമൊക്കെ വെച്ച്. ഇതിന് ഈ മഞ്ഞ് വരുമ്പോണ്ടല്ലോ വണ്ടികൾ സ്കിഡാവും. അപ്പം അതിൻ്റെ അകത്തേക്കൂടെ പോകുന്ന ആൾക്കാർക്ക് വിഷയങ്ങൾ വരാതെ വണ്ടികൾ ഇടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇരുമ്പിൻ്റെ ഫ്രെയിം വെച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വളവുകളിലും ജംഗ്ഷനുകളിലൊക്കെ അവർ ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് വേറെ സ്റ്റോണാണ്. ഇത് വൈറ്റ് പോലത്തെ ഒരു സ്റ്റോണാണ്. മറ്റത് ഇത് യെല്ലോ സ്റ്റോണാണെന്നാണ്. മറ്റത് റെഡ് സ്റ്റോണായിരുന്നു.
क्या बना रहे हो भाई? ये डाल रहे हैं क्या यूट्यूब में? नहीं गिरीश नहीं आएगा तो गिरीश मत देखो। क्या होगा? आजूबा शेफ तो कुछ करता नहीं है, क्या करे? शेफ तो कुछ किया तो हमारे लिए तो हम रिकॉर्ड हो जाएगा। हम देखा भी हो गया अभी बना रहा है ना आपका वायरल वीडियो मत करेंगे ഇങ്ങനെയാണ് ഓർഡർ കിട്ടുന്നത്. ഞാൻ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഞാൻ കാണിക്കുന്നില്ല. ഇതിനകത്ത് കസ്റ്റമറുടെ പേരും അഡ്രസ്സും ഒക്കെ ഉണ്ട്. ഇനി നമ്മൾ വെച്ചിട്ട് പോകാൻ നോക്കാം കേട്ടോ. ഇവിടെ നിന്ന് 8 മിനിറ്റിന് ഡ്രൈവാണ് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് പോയി നോക്കാം. റെസ്റ്റോറൻറ്റ് കുറച്ച് ഇൻറ്റീരിയറാണ് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അത് കാരണം കുഴപ്പമില്ല. പക്ഷെ എല്ലാ റെസ്റ്റോറൻറ്റും അങ്ങനെ ആവണമെന്നില്ല. ഇതിപ്പോൾ ഞാൻ ഈ റെസ്റ്റോറൻറ്റിന് വേണ്ടി മാത്രം, ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ പാർക്കിംഗ്, റെസ്റ്റോറൻറ്റിൽ പാർക്കിംഗ് വലിയ ടെൻഷൻ ഇല്ല. പിന്നെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോകാൻ നേരത്തും വലിയ വിഷയങ്ങൾ വരാൻ സാധ്യത ഇല്ലാത്തതാണ്. പിന്നെ UK സ്വീഡൻ പോലെയൊക്കെ അത്രയും പോലീസുകാർ നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല കേട്ടോ. കുറച്ചും കൂടി മര്യാദക്കാരായിട്ടുള്ള പോലീസുകാരാണ്. സ്വീഡനിലൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. സ്വീഡനിലൊക്കെ ഡെലിവറി ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഹൈ റിസ്ക് പരിപാടിയാണ്. ഇവിടെ പോലീസുകാർ നമ്മൾ അങ്ങനെയൊന്നും അത്ര ഒരു പരിധി വരെ ഇവർ ജീവിച്ചു പോക്കട്ടെ എന്ന് വിചാരിക്കുന്ന പാർട്ടികളാണ് ഇവിടെ ഉള്ളവർ. അതൊരു ഭാഗ്യമാണ്. സ്വീഡനിലെ റോഡുകളൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ ഗവൺമെൻറ് ഈ വക കാര്യങ്ങളിലൊന്നും വലിയ കാര്യമായ പൈസ മുടക്കില്ല. ഇവരുടെ ഇല്ല കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഒരു അത്യാവശ്യം അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോണ ടീമുകളാണ്.
പുതിയ കൺസ്ട്രക്ഷനുകൾ ഇവിടെ വളരെ ചുരുക്കമാണ്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് കൺസ്ട്രക്ഷനൊക്കെ ഇവർ വളരെ ഇപ്പോഴും പഴയ വീടുകളൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. റോഡുകളും കാര്യങ്ങളും ഒക്കെ കുറച്ച് പുറകിലാണ് ഇവർ. പഴയ കടലാസിലെ പുലി മാത്രമേ ഉള്ളൂ കേട്ടോ. പഴയ എന്താണ് പറയുക, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ പറയുന്ന ആ പേരുകൾ മാത്രമേ ഇവർക്കുള്ളൂ. ഇപ്പം നിലവിൽ ഇവർ മറ്റു രാജ്യങ്ങളെക്കാളിലൊക്കെ ഒരുപാട് പിന്നിലാണ് ഇപ്പോഴും. ചാർജായിട്ട് കിട്ടുന്നത് 4 പൗണ്ടാണ്. 4 പൗണ്ട് ഡെലിവറി ചാർജും പിന്നെ മണിക്കൂറിന് നമ്മൾ വർക്ക് ചെയ്യണതിന് 4 പൗണ്ട് കിട്ടും. അപ്പോൾ ഈ ആദ്യത്തെ മണിക്കൂറിൽ നമ്മളൊരു 3 ഡെലിവറി ചെയ്യാമെന്ന് വെച്ചോ. 3 ഡെലിവറി ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് 3.50 ആവാം, അല്ലെങ്കിൽ ചിലത് 5 ആവാം, ചിലത് 4 ആവാം. ഒരു ആവറേജ് എടുത്തോ, 350 എടുത്തോ ആവറേജ്. 3 ഡെലിവറി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു 10.50 ഡെലിവറി ചാർജും 4 മണിക്കൂറിന് കിട്ടും 4 പൗണ്ട്. അപ്പോൾ ഒരു 14.50 നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും ഒരു മണിക്കൂർ വർക്ക് ചെയ്യുന്നത്. പെട്രോളൊക്കെ നമ്മുടെ കയ്യിൽ നിന്നാവും കേട്ടോ. പെട്രോള്, വണ്ടിയുടെ ഇൻഷുറൻസ്, വണ്ടിയുടെ ഡിപ്രീസിയേഷൻ, മെയിൻ്റനൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്നാവും. അങ്ങനെ പിന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരുവിധം നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് വണ്ടി ഓടിക്കേണ്ട, ഒരുപാട് ചവിട്ടി പൊളിച്ചൊക്കെ ഓടിക്കാതെ നമ്മൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഒരുപാട് ധൃതി പിടിച്ച് നമ്മൾ ഓടിച്ചാൽ ഒരുപാട് ഡെലിവറി ചെയ്യാൻ പറ്റും. ചിലപ്പോൾ 5 ഡെലിവറി ചെയ്യാൻ പറ്റും, 6 ഡെലിവറി ചെയ്യാൻ പറ്റും ഒരു മണിക്കൂറിനുള്ളിൽ. പക്ഷേ അതിൻ്റെ അനുസരിച്ച് അവസാനം വരുമ്പോൾ വണ്ടി നമ്മൾ സ്ക്രാപ്പിന് കൊടുക്കേണ്ടി വരും. വല്ല ഗിയർ ബോക്സൊക്കെ പൊളിഞ്ഞു പോവുക, അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളൊക്കെ വരും. അതിലും ഭേദം വളരെ സോഫ്റ്റായിട്ട് സ്ലോ ആയിട്ട് ഓടിക്കുക. നമ്മൾ കർണന്മാർ പറയില്ലേ, പയ്യെ തിന്ന പനിയും തിന്നാണ്, അതേ പോളിസി ഉണ്ട്. അതാണ് നല്ലത്.
ഇതാണ് നമ്മുടെ അഡ്രസ്സ്. ഇതിനകത്ത് എഴുതിയേക്കണത് കിർക്കുമുൾട്ടാണ് 21 എവിടെയാണ്? 21. ഹലോ സാർ, അശോക ഡെലിവറി. രണ്ട് സ്റ്റെപ്പ്